ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഭീമാ ജ്വല്ലറി ഉടമയും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ബി ഗോവിന്ദൻ പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണത്തിലുണ്ടായ മാറ്റമാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവിലയിലെ വർധനവിന് കാരണം. ഇ-വേ ബില്ലുകൾ, GST എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റം മാത്രമേ സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കാൻ സാധ്യതയുള്ളൂവെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ഞങ്ങൾ ബഡ്ജറ്റിന് മുമ്പ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്ററെ പോയി കാണുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് സ്വർണ്ണ ബുള്ളിയൻ്റെ ഇമ്പോർട്ട് നികുതി കുറയ്ക്കുകയുണ്ടായി. അത് കാരണം സ്വർണ്ണത്തിന് വില നല്ലവണ്ണം കുറഞ്ഞു. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണത്തിന് വില കൂടിയതനുസരിച്ച് ഇവിടെയും കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എല്ലാവരുടെയും പ്രതീക്ഷ എന്ത് ആകും സ്വർണ്ണത്തിന് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ഇപ്പോൾ സ്വർണ്ണാഭരണ മേഖലയിൽ കുറയ്ക്കേണ്ടത് കുറച്ചു, ഇനി കുറയ്ക്കും എന്നുള്ളൊരു സാധ്യത ഞങ്ങളെ സംബന്ധിച്ചും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൂട്ടുന്ന ഒരു രീതിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ഇതിനെപ്പറ്റിയുള്ള GSTയുടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ, അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇ-വേ ബില്ലിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്ത് മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സ്വർണ്ണാഭരണ മേഖലയിൽ ഇപ്പോഴുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ പറ്റി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, മൊത്തത്തിൽ ഈ വ്യാപാര മേഖല ഉള്ളവർക്ക് എല്ലാവർക്കും വരികില്ല എന്നുള്ള, എന്തെങ്കിലും ചേഞ്ചസ് വരികില്ല എന്നുള്ളൊരു ആണ് ബോധ്യമുള്ളത്. അത് വരാനുള്ള ചാൻസും കുറവാണെന്ന് എൻ്റെ അഭിപ്രായം.